അദ്ദേഹം സത്യത്തിൽ കവറത്തിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ലക്ഷദ്വീപിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്ത് നമ്മുടെ ആളുകൾ പലരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട് വിനോദസഞ്ചാരികൾ എന്ന നിലയിൽ. അവരോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ 15 സ്ഥാനങ്ങൾ ദയവ് ചെയ്ത് സന്ദർശിക്കൂ എന്ന്. ഞാനിപ്പോൾ അവരോട് വീണ്ടും പറയുകയാണ്, ഈ വിദേശങ്ങളിലെ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകൾ നിങ്ങൾ സന്ദർശിക്കുന്നതിന് പകരം നിങ്ങൾ ഒരിക്കൽ ലക്ഷദ്വീപിൽ വരൂ, എന്നിട്ട് ഇവിടുത്തെ മനോഹരമായ കടലോരങ്ങൾ കാണൂ. ഒരിക്കൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ മനോഹരമായ കടൽ തീരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിദേശ രാജ്യങ്ങളിലെ ഈ കടൽ തീരങ്ങൾ അല്ലെങ്കിൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകൾ കാണാൻ എന്ന കാര്യം നിങ്ങളോട് മറന്നു പോവുക തന്നെ ചെയ്യും എന്ന് അവര് പറഞ്ഞു. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുന്നത് തെറ്റാണെന്ന രീതിയിലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത്രയും സൗന്ദര്യമുള്ള അതിമനോഹരമായ കടൽ തീരങ്ങളുള്ള എന്നാൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾ സന്ദർശിക്കൂ, ലക്ഷദ്വീപ് സന്ദർശിക്കൂ എന്ന്. അതിനുവേണ്ടി അദ്ദേഹം അഗത്തിയിൽ അദ്ദേഹം 2-ാം തീയതി രാത്രി തങ്ങിയപ്പോൾ 3-ാം തീയതി രാവിലെ എഴുന്നേറ്റ് അഗത്തിയിലെ കടലോരങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുകയും കടലിൽ അദ്ദേഹം ഇറങ്ങുകയും അവിടെ കടലോരത്ത് കസാരയിട്ടിരിക്കുകയും ആ ലഗൂണുകളൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാക്കി ക്യാമറയിൽ പകർത്തി അദ്ദേഹം ലോകത്തിന് കാണാൻ വേണ്ടി, നമ്മുടെ ഭാരതീയർക്ക് കാണാൻ വേണ്ടി അതിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടിയാണ് ആ ലക്ഷദ്വീപിന്റെ കടൽ തീരങ്ങൾക്ക് ഇത്ര സൗന്ദര്യമുണ്ട്. കാരണം കടലിന്റെ അടിത്തട്ടിലെ പാറക്കല്ലുകളും പവിഴങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന അത്രയും തെളിച്ചമുള്ള വെള്ളമാണ്, ലഗൂണാണ്. അത് വളരെ മനോഹരമാണ് എന്ന് മറ്റുള്ളവർക്കൊക്കെ ലോകത്തിന് കാണാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം ലക്ഷദ്വീപിലെ സാധാരണക്കാരനായ ജനങ്ങൾ, കാരണം മത്സ്യപ്രവർത്തനവും അതുപോലെ തന്നെ ടൂറിസവും ഒക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് ടൂറിസം ഇനത്തിൽ കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹോം സ്റ്റേ, ചെറിയ റിസോർട്ടുകൾ, ഇതൊക്കെയാണ് അവിടുത്തെ കാര്യമായ ബിസിനസ്. പിന്നെ ട്യൂണ മത്സ്യം, അതിന്റെ വ്യത്യസ്തമായ വിഭവങ്ങൾ, ഇതൊക്കെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാവട്ടെ, ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. അദ്ദേഹം വേറൊരു രാജ്യത്തെയും മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോകരുത് എന്ന രീതിയിലല്ല, മറിച്ച് നിങ്ങൾ ഇന്ത്യ കാണൂ, നമ്മുടെ കടൽ തീരങ്ങൾ കാണൂ, ലക്ഷദ്വീപിലെ കടൽ തീരങ്ങൾ കാണൂ എന്ന വളരെ സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. സത്യത്തിൽ മാലിദ്വീപിന് ഒഫൻഡഡ് ആവേണ്ട അല്ലെങ്കിൽ വിഷമം തോന്നേണ്ട ഒരു ആവശ്യമില്ല. മാലിദ്വീപിന് മാത്രമല്ല, മാലിദ്വീപിനെ പോലെ തന്നെ സുന്ദരമായ കടൽ തീരങ്ങളുള്ള രാജ്യമാണ് ശ്രീലങ്ക. അവരൊന്നും പ്രതികരിച്ചില്ലല്ലോ. അപ്പൊ ഇത് അറിയാമല്ലോ, അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ചൈനയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹം ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത്. അപ്പോൾ ഒരു ചൈനയോട് കൂടുതൽ അടുക്കുകയും ഇന്ത്യയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നയം അവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉടനെ തന്നെ അവിടുത്തെ 3 മന്ത്രിമാർ ഇത് ഏറ്റുപിടിക്കുന്നു. ഇത്രയൊന്നും ഓവർ റിയാക്ട് ചെയ്യേണ്ടത് ഒരു ഓവർ റിയാക്ഷൻ ആയിപ്പോയി, ആവശ്യമില്ല. കാരണം ഭാരതത്തിലെ തദ്ദേശീയമായ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും നമ്മളുടെ ആളുകൾക്ക് തന്നെ നമ്മുടെ നാട്ടിലെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പറ്റി അറിവില്ല എന്ന ബോധ്യത്തിൽ നിന്നും അതിനെപ്പറ്റി അറിയിക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് തികച്ചും സതുദ്ദേശപരമായ ഒരു പ്രസ്താവനയാണ്, ഒരു നീക്കമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. എല്ലാവരും തങ്ങളുടെ രാജ്യത്തെ സാധ്യതകളൊക്കെ സഹായം നൽകുകയല്ലേ ചെയ്യാം. പിന്നെ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം തന്നെയാണല്ലോ ഈ സർക്കാരിന്റെ വോക്കൽ ഫോർ ലോക്കൽ, അതായത് പ്രാദേശികമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഓവർ റിയാക്ഷൻ ആയിപ്പോയി. ഏതായാലും അവർക്ക് തന്നെ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത്. അതിനെതിരെ അവര് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് തീരും, ഈ പ്രശ്നം തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.